ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഗുലാബ് ജാമുൻ കേക്കാണ്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഗുലാബ് ജാമുൻ കേക്ക്. പിന്നെ ഈ ഒരു ഗുലാബ് ജാമുൻ കേക്കിന് വേണ്ട ഗുലാബ് ജാമുൻ നമ്മൾ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. അതിന്റെ വീഡിയോ ഇന്ന് ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുൻ കേക്കാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള കേക്കാണ്. പല റിക്വസ്റ്റുകളും വരുന്നുണ്ട്, എനിക്കറിയാം. ഞാനതെല്ലാം എഴുതി വെക്കുന്നുണ്ട്, ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പേ നമ്മുടെ ചിക്കൂസ് ഡേ ഗിവ് അവേ നടക്കുന്ന കാര്യം അറിയാമായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. ഇതൊക്കെയാണ് നമ്മുടെ വിന്നേഴ്സിന് കൊടുക്കുന്ന സമ്മാനങ്ങൾ. വിന്നേഴ്സിന് ഇഷ്ടപ്പെട്ട സമ്മാനം അവർക്ക് തന്നെ സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് നല്ല അടിപൊളി ഗുലാബ് ജാമുൻ കേക്കിന്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗുലാബ് ജാമുൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദ എടുക്കാം. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ അങ്ങ് എടുത്ത് മാറ്റുകയാണേ. അതിന് പകരമായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഗുലാബ് ജാമുനൊക്കെ മിൽക്ക് പൗഡറിൻ്റെ ഒരു ഫ്ലേവർ അല്ലേ വരുന്നത്. അപ്പോൾ കേക്കിനും ആ ഒരു ഫ്ലേവർ വരുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്തങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 3 ഏലക്ക തൊലി പൊളിച്ചിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ടങ്ങ് പൊടിഞ്ഞോട്ടെ. ഏലക്കയുടെ തരികളൊന്നും കടിക്കാതെ കിട്ടണം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് എടുക്കുന്നത്. അതിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. അതൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഹൈറ്റുള്ള കേക്ക് വേണമെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചിൻ്റെ ട്രേ എടുത്തിരുന്നാൽ മതി. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 4 മുട്ട ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ കേക്ക് നമുക്ക് മിക്സിയിലും ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യില്ലേ, ഒരുപാട് കേക്കുകൾ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ചെയ്തിരുന്നാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് പതപ്പിച്ച് അതിനൊരു വൈറ്റ് കളർ ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വേണ്ടോ, നല്ലൊരു വൈറ്റ് കളർ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഓയിൽ ഒഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ പക്ഷേ ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതോടെ ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദയുടെ മിക്സ് കുറേശ്ശെ ആയിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. അതോടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം വലിയ മുട്ടയാണ്, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചത്. അപ്പം മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് പാലിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗറും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു സ്ക്യൂർ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒരു 10 മിനിറ്റായിട്ട് പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ 25 തൊട്ട് 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ടൈമൊക്കെ ഫ്ലെയിമിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. ഇപ്പോൾ ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 35 to 40 മിനിറ്റ്സ് ഒക്കെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 25 മിനിറ്റ് ആയപ്പം കേക്കിൻ്റെ നല്ല മണം വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് പൊങ്ങി വന്നിരിപ്പുണ്ട്. നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ട്. തൊട്ട് നോക്കുമ്പോൾ നമുക്കതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ടും ബീറ്റർ ഉപയോഗിച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കുന്നതെന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഗുലാബ് ജാമുൻ കേക്ക് അല്ലേ. അപ്പോൾ ഗുലാബ് ജാമുനാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ച ഗുലാബ് ജാമുനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അപ്ലോഡ് ചെയ്യാം. രണ്ടും കൂടെ ഒരുമിച്ചിടുന്ന സമയത്ത് ഈ വീഡിയോയുടെ ലെങ്ത് കൂടുക, അതുകൊണ്ട് 2 വീഡിയോ ആക്കിയതാണ്. ഇനി നമ്മൾ ഈ ഗുലാബ് ജാമുൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സിറപ്പ്, അതാണ് നമ്മൾ നമ്മുടെ ഈ കേക്ക് സോക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു 1/2 കപ്പ് സിറപ്പ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു അളവൊക്കെ അതിനനുസരിച്ചാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഗുലാബ് ജാമുനും ഒക്കെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്കതിലേക്കൊരു 1/4 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരുമിച്ച് വെച്ച് തിളപ്പിച്ചാൽ മതി. ഇതിപ്പോൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചത്. അതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. കേക്ക് എപ്പോഴും തണുക്കാനായിട്ട് വെക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ ടവലിട്ട് മൂടിയൊക്കെ ചെയ്യാറ്. കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്ത് വെക്കാം. നമുക്ക് ബട്ടർ പേപ്പർ അങ്ങ് എടുത്ത് മാറ്റാം. നല്ല ഹൈറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല സുഖമായിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പം നല്ല കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആട്ടോ കേക്ക്. നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്ത ലെയറും കട്ട് ചെയ്തു, അതും വെച്ചിട്ടുണ്ട്. 3 ലെയറും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങ് സോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെവൽ സോക്കിംഗ് ആണ് ഇത്. കേക്ക് സെറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഇങ്ങനെ സോക്ക് ചെയ്യാവുള്ളൂ. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു സിറപ്പ്. ശരിക്കും ആ ഗുലാബ് ജാമുൻ ഇങ്ങനെ സോക്കായിരുന്നതുകൊണ്ട് ഗുലാബ് ജാമുൻ്റെ ഒരു ഫ്ലേവറൊക്കെ അതിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിറപ്പാണ്. അപ്പോൾ ആ സിറപ്പ് വറ്റിക്കുന്നതിനനുസരിച്ചൊക്കെ ചിലപ്പം ആ മധുരത്തിൻ്റെ അളവ് ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നമ്മളിപ്പം വെള്ളം കൂട്ടി മിക്സ് ചെയ്തില്ലേ, അതൊന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം മധുരമൊക്കെ ഉണ്ടോ എന്നുള്ളത്. മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഒരു ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് കേക്കിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്, കുറച്ച് ക്രീം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. നമുക്ക് സിറപ്പാക്കി കൊടുക്കാം. നമ്മുടെ ക്രീം ഒന്ന് ആക്കി കൊടുക്കാം. ആ പാലറ്റ് നൈഫ് വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഗുലാബ് ജാമുനിൽ നിന്ന് ഒരു 7-8 ഗുലാബ് ജാമുൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. അതിട്ട് കൊടുക്കാം. ആ ക്രീമിലേക്ക് നിറച്ചു അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആ പാലറ്റ് നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ആ ഉള്ളിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. അടുത്ത ലെയറും വെക്കുന്നുണ്ട്. സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ക്രീം ആക്കി കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഗുലാബ് ജാമുൻ്റെ പീസസ് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ജസ്റ്റ് ആ പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് ലെയർ വെച്ചിട്ട് നമുക്ക് സിറപ്പ് ഒഴിക്കുകയാണ്. ക്രീം വെച്ച് കൊടുക്കാം. പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിലേക്ക് തെറിച്ച് നിൽക്കുന്നൊക്കെ ഒന്ന് ആ പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ അങ്ങ് എടുക്കുകയാണ്. നമുക്ക് ക്രീം സൈഡിലും അങ്ങ് ആക്കി കൊടുക്കാം. എന്നിട്ട് ആ സ്ക്രേപ്പർ വെച്ച് അങ്ങ് കറക്കി കൊടുത്താൽ മതി. നമുക്ക് ആ പാലറ്റ് നൈഫ് കൊണ്ട് മോൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് അങ്ങ് എടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. ഏത് കൊച്ചുകുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണ്. ഇത് ഐസ്ക്രീം കോണാണ്. ഇത് നമ്മൾ കേക്കിൻ്റെ ഐറ്റംസൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ 2 എണ്ണമാണ് എടുക്കുന്നത്. ഗുലാബ് ജാമുൻ എപ്പോഴും ഐസ്ക്രീം വിത്ത് ഗുലാബ് ജാമുൻ അല്ലേ, കാണാനും കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റ്. അപ്പോൾ അതിന് കാണാനും കൂടെ ആ ഒരു ലുക്ക് വന്നാൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. നമുക്കത് ഒരു സൈഡിലേക്കായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത കോണിലും ക്രീം ആക്കിയിട്ടുണ്ട്. അതും ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ആയിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഐസ്ക്രീം ഇങ്ങനെ ഒഴുകി വീണ് പോകുന്ന പോലത്തെ ഒരു ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഓരോ ഗുലാബ് ജാമുനും ഈ ഒരു തരത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയായിരിക്കും അത് കാണാനായിട്ട്. അതിങ്ങനെ ഈ കോണിലേക്ക് അവിടെ ഇവിടെയായിട്ട് ക്രീമിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. 2 എണ്ണത്തിലും വെച്ചിട്ടുണ്ട്. ഇനി ഈ കേക്കിൻ്റെ അടിഭാഗത്ത് മുഴുവനായിട്ടും ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുലാബ് ജാമുൻ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇപ്പം വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനി ഒരു 6 ഗുലാബ് ജാമുനും കൂടെ ബാക്കിയുണ്ട്. അത് നമുക്ക് ഇവിടെ തന്നെ അങ്ങ് സൈഡിലായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. എത്ര പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ, ഒരു ബുദ്ധിമുട്ടുമില്ല ചെയ്യാനായിട്ട്. കാണാനാണെങ്കിലും നല്ലൊരു റിച്ച് ലുക്ക് ഉണ്ട്, ഒരു വെറൈറ്റി ഡിസൈൻ. ഗോൾഡൻ ബോർഡ് ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ താഴെയും കൂടെ കാണുന്നുണ്ട്. അത് ഫുള്ള് റൗണ്ട് ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുൻ്റെ പീസസ് ആയിട്ടാണ് തോന്നുന്നത്. എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ട് ഇറങ്ങിപ്പോണുണ്ട്. കട്ട് ചെയ്തു. നമുക്കിങ്ങനെ എടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ നടുക്കായിട്ടൊരു ഗുലാബ് ജാമുനും കൂടി ഇരിക്കട്ടെ, കാണാനൊരു ഭംഗിയല്ലേ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഗുലാബ് ജാമുൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഗുലാബ് ജാമുനൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന കേക്കാണ്. നല്ല റിച്ച് കേക്കാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് അങ്ങ് ഇറങ്ങുന്നുണ്ട്. ഞാൻ കഴിക്കട്ടെ. അടിപൊളി, നല്ല ടേസ്റ്റാണ്. ഗുലാബ് ജാമുൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ടുണ്ട് കേട്ടോ. ഏലക്കയുടെ ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഗുലാബ് ജാമുൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കേക്ക് നല്ല സോഫ്റ്റാണ്, നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്കാണ്. അടിപൊളി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഗുലാബ് ജാമുൻ്റെ പീസസ് കടിക്കാൻ കിട്ടുന്നുണ്ട്. എല്ലാം കൂടി വരുമ്പോഴത്തേക്കും അടിപൊളി കേക്കാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചിലർക്ക് ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഏലക്ക ഇടണമെന്നില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. കാരണം നമ്മൾ ചിക്കുവിന് ഏലക്ക വലിയ ഇഷ്ടമല്ല. അപ്പോൾ അവൾ എപ്പോഴും പറയും ഏലക്ക ഇടണ്ടെന്ന്. പക്ഷേ ഇതിനകത്ത് ശകലമെങ്കിലും ഒരു ഏലക്കയുടെ ഒരു ഫ്ലേവർ വരുമ്പോഴാണ് കുറച്ചുകൂടി എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.